ഹായ് എവരിവൺ, എൻ്റെ പേര് അഷ്ഫാഖാണ്. ഞാനിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ലൈഫ് സപ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. BLS എന്ന് പറയും. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ആരെങ്കിലും പെട്ടെന്ന് കൊഴിഞ്ഞു വീഴുകയോ, ഇപ്പോൾ അങ്ങനെ കുറേ ന്യൂസുകൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ആരെങ്കിലും കൊഴിഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ പറ്റും. ഇത് ഇൻ്റർനാഷണൽ ഒരു ട്രെയിനിങ് ആണ്, അതായത് BLS എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കൊഴിഞ്ഞു വീണ് കഴിഞ്ഞാൽ അത് ഞാനിപ്പോൾ ഡമ്മി നമ്മുടെ അടുത്ത് ബോഡി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഈ ബോഡി ഇങ്ങനെ വീഴ്ത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒന്ന് വിളിക്കണം, എക്സ്ക്യൂസ് മീ ചേട്ടാ, അല്ലെങ്കിൽ അതിനെ എടുത്ത് വിളിച്ചിട്ട് ആള് കോൺഷ്യസ് ആവുന്നുണ്ടോ, ആള് നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നമ്മൾ നോക്കാം. എന്ന് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അവർക്ക് പൾസ് ഉണ്ടോ നമ്മൾ കഴുത്തിൽ ഒന്ന് കൈവച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ കൈവച്ച് നോക്കുന്ന സമയത്ത് പൾസ് ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമ്മളിങ്ങനെ വിളിച്ച് മാക്സിമം ഇതാക്കാം. ഇനി റെസ്പോണ്ട് ഒന്നും കിട്ടുന്നില്ല, ഒരു 5 സെക്കൻഡിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ നെക്കിലെ പൾസും പിന്നെ നമ്മൾ ഈ ചെസ്റ്റിൽ ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഇല്ല, റെസ്പോണ്ട് ഒന്നും അനങ്ങുന്നൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് ആരെങ്കിലും മെഡിക്കൽ ഹെൽപ്പിനെ വിളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് CPR സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ CPR എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ചെസ്റ്റ് നിപ്പൽസിന്റെ ഇടയിൽ നമ്മൾ നടുക്കത്തെ ഈ ഒരു ലൈൻ ഭാഗം ഉണ്ടല്ലോ, അതിന്റെ നമ്മൾ ഈ ഒരു കട്ടിങ് ഭാഗം വരുന്നതിന് ഓപ്പൺ ആയിട്ട് ഒരു 2 ഇഞ്ച് മുകളിൽ നമ്മൾ ആദ്യം ഇടത് കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ മുകളിൽ വലത് കൈ വെച്ചിട്ട് നമ്മളൊരു 30 പ്രാവശ്യം ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ പ്രസ് എന്ന് വെച്ചാൽ ഒരു 5 മില്ലിമീറ്റർ അങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ്. ഓക്കെ, അത് കയ്യിലേക്ക് 30 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ 2 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, ബ്രീത്ത് കൊടുക്കണം. അപ്പോൾ ബ്രീത്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും, ഇതിൽ നമുക്ക് വെച്ചിട്ട് നമുക്ക് 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യാം, വായ കൊണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, വായ കൊണ്ട് 2 പ്രാവശ്യം കൊടുത്തതിന് ശേഷം പിന്നെ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ പിന്നെയും 30 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ പിന്നെ 30 പ്രാവശ്യം പിന്നെ 2, ഇതുപോലെ 5 നമ്മൾ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ 100 കംപ്രഷൻ എന്ന് പറയുന്നത് 100 പ്രാവശ്യം പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ അത് പിന്നെ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ 5 സൈക്കിൾ തീർന്നിരിക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാക്സിമം ഹെൽപ്പിനെ വിളിക്കാം. ഇപ്പോൾ ആരെങ്കിലും ഇവിടെ ഹെൽപ്പ് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എൻ്റെ 2 സൈക്കിൾ കഴിഞ്ഞതിന് ശേഷം വേറെ ഒരാൾ മാറി ഇരുന്നിട്ട് ചെയ്യാം, കാരണം നമുക്ക് ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് 5 പ്രാവശ്യം കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്നും കൂടി എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. പിന്നെ പൾസ് ചെക്ക് ചെയ്യാം, ഇപ്പോൾ എനിക്ക് പൾസ് വന്നോ ശ്വാസം വരുന്നുണ്ടോ കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിൽ ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഹെൽപ്പ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയോ മെഡിക്കൽ ആൾ വരുന്നവർ നമ്മൾ സൈക്കിളായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.